أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ കരീം. സ്നേഹബഹുമാന്യരായ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അധ്യായം 29 സൂറത്തുൽ അൻകബൂത്ത്, അതിൻ്റെ 26, 27 വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടതും ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടതുമൊക്കെയാണ് നേരത്തെ നൽകിയ സംസാരത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷവും ദൈവത്തിലേക്ക് ആളെ ക്ഷണിക്കുക എന്ന തൻ്റെ ദൗത്യം വിടാതെ നിർവഹിക്കുക കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് വചനത്തിൽ നിന്ന് വ്യക്തമാണ്. ഇപ്രകാരമൊക്കെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തിട്ടും അദ്ദേഹത്തിന് അനുയായിയായി ലഭിച്ച ഒരാളെ പറ്റിയാണ് വചനം 26 അല്ലാഹു സൂചിപ്പിക്കുന്നത്. ഫആമന ലഹു ലൂത്ത്, അദ്ദേഹത്തിൽ ലൂത്ത് വിശ്വസിച്ചു എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ തന്നെ അനന്തിരവൻ കൂടിയായ സഹോദര പുത്രൻ ലൂത്ത് ബിനു ഹാറാൻ, അദ്ദേഹമായിരുന്നു പ്രവാചകനിൽ വിശ്വസിച്ച ആ ഏക യുവാവ്. സഫ കുന്നിൽ വെച്ചിട്ട് തൻ്റെ കുടുംബാംഗങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ അലി ഇബ്നു അബി ത്വാലിബ് എന്ന ആ കുട്ടിയെ പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയ വിശ്വാസിയായ ഒരു കൗമാരക്കാരനാണ് ഈ ലൂത്ത് ബിനു ഹാറാൻ. അദ്ദേഹം പറഞ്ഞു, വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിലേക്ക് നാട് വിട്ട് ഹിജ്റ പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. ഇത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ റബ്ബിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് റബ്ബിൻ്റെ വഴിയിൽ, റബ്ബിൻ്റെ മാർഗത്തിൽ, അല്ലെങ്കിൽ റബ്ബിൻ്റെ ദീനിന് വേണ്ടിയിട്ട് എന്നൊക്കെയുള്ളൊരു ഉദ്ദേശമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹിജറയെ പറ്റി ഇവിടെ അങ്ങനെ സൂചിപ്പിക്കാനുള്ള കാരണം എന്തെന്ന് കരുതുമ്പോൾ തഫ്സീറുകളിൽ മുഫസ്സിറുകൾ 2 നിലക്കത് വിശകലനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന്, മക്കക്കാരിലേക്ക് ഒരു ഹിജറയുടെ ആവശ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പാഠം വേണമെങ്കിൽ നാട് വിട്ട് പോകേണ്ടതിനെ ഒരു സൂചനാരൂപത്തിൽ ദീനിന് വേണ്ടിയിട്ട് നാട് വിട്ട് മാറി നിൽക്കേണ്ടതിന് ആവശ്യമുണ്ടെങ്കിൽ അതാവാം, അത് പോവേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശത്തെ, ഒരു പാഠത്തെ, ഒരു ഓർമ്മപ്പെടുത്തൽ സൂചനാരൂപത്തിൽ ഇവിടെ നൽകുകയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി, തൻ്റെ പിതൃ സഹോദരനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു എന്നൊക്കെയുള്ള കാരണത്താൽ ആ നാട്ടുകാർ അദ്ദേഹത്തിനെതിരെ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങള്, ദുരിതങ്ങള് കണ്ണിൽ നേരിട്ട് കണ്ട ആളാണ് ലൂത്ത് ബിനു ഹാറാൻ. ആയതിനാൽ തനിക്കും വിശ്വാസിയായി ഇവിടെ ജീവിക്കാൻ കഴിയുകയില്ല, ഇവരെന്നെ വെറുതെ വിടുകയില്ല എന്ന ഉറപ്പ് മനസ്സിലുള്ളത് കൊണ്ടാവാം അദ്ദേഹം നാട് വിട്ടു പോകുന്ന കാര്യത്തെപ്പറ്റി അവിടെ സൂചിപ്പിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൂടി ലൂത്ത് ബിനു ഹാറാനും ഹിജ്റ പോകുന്ന ചരിത്രമൊക്കെ ഏറെ പ്രശസ്തമാണ്, വായിക്കാൻ കഴിയുന്നതാണ്. ശേഷമാണ് അള്ളാഹു അദ്ദേഹത്തെ സദൂം നിവാസികളിലേക്ക് നബിയായി നിയോഗിക്കപ്പെടുന്നതൊക്കെ ഉള്ളത്. ഇവിടെ ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഹിജ്റ പോവുകയാണ് എന്ന് പറഞ്ഞത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയല്ല, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്നൊരു അഭിപ്രായവും മുഫസ്സിറുകൾക്കിടയിലുണ്ട്. രണ്ടായാലും ഇവിടെ തെറ്റില്ല, കാരണം 2 പ്രവാചകന്മാർ നാട് വിട്ട് പോകുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ നിലക്ക് ഇവിടെ ലൂത്ത് നബിയാണ് അത് പറഞ്ഞത് എന്നുള്ള കൂടുതൽ അഭിപ്രായം ആ നിലക്കാണ് കാണുന്നത്.
ഇനി അതല്ല പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിം നബി ഹിജറ പോകുന്ന, അവരിൽ നിന്ന് ആ ദേശത്തിൽ നിന്ന് ഹിജറ പോകുന്നതിനെ പറ്റിയാണ് എന്ന പരാമർശം കാണുന്നുണ്ട്. രണ്ട് നിലക്കും വായിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹിജറയെ പറ്റി 37-ാം അധ്യായം സൂറത്ത് സോഫാത്തിന്റെ 99-ാമത്തെ വചനത്തിൽ കാണാം. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിലേക്ക് പോവുകയാണ്. സയഹ്ദീൻ, അദ്ദേഹം അല്ലാഹു അവൻ എനിക്ക് വഴി കാണിച്ചു തന്നേക്കാം, വഴി കാണിച്ചു തരും. അപ്പോൾ അവിടെ ദാഹിബുൻ എന്ന് പറയുന്നുണ്ട്, ഇവിടെ മുഹാജിറുൻ എന്ന് പറയുന്നു. അപ്പോൾ ഇബ്രാഹിം നബി ഹിജറ പോകുന്നതിനെ പറ്റി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, പ്രബോധന വഴിയിൽ തകരാത്ത ഒരു പ്രസ്ഥാനത്തെ പോലെ ഒറ്റക്ക് നിലകൊണ്ട ആ ഒരു മനുഷ്യനെ അള്ളാഹു നിയോഗിച്ചതിൽ അള്ളാഹുവിന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ജ്ഞാനവും യുക്തിയും ഉണ്ട് എന്ന നിലക്ക് അവിടെ അള്ളാഹുവിന് ചേരുന്ന യോജിക്കുന്ന ചില വിശേഷണങ്ങൾ നൽകിക്കൊണ്ടാണ് ആ വചനത്തെ അവസാനിപ്പിക്കുന്നത്. ഹുവൽ അസീസുൽ ഹക്കീം. ആടാ, എത്ര സുന്ദരമായാണ്, അല്ലെങ്കിൽ അവിടെ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് ആ രണ്ട് വിശേഷണങ്ങൾ പോലും കൊടുത്തിട്ടുള്ളത്. അള്ളാഹ് അസീസാണ്, പ്രതാപശാലിയാണ്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ അള്ളാഹു അസീസാണെന്ന് മനസ്സിലാക്കാമെന്നുള്ളതാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യോഗ്യതകളെ, ക്വാളിറ്റി, അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ പഠിക്കുമ്പോഴും അള്ളാഹു ഹക്കീമാണ് എന്നുള്ള ആ വിശേഷണത്തെ നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വചനങ്ങൾ അവിടെ പരാമർശിക്കുന്നിടത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച യുക്തിമാനായ റബ്ബ്, അദ്ദേഹത്തിന് വന്ന എല്ലാ പ്രയാസങ്ങളിലും കൂടെ നിന്ന് ഒരു അള്ളാഹുവിന്റെ പ്രതാപം എന്തെന്ന് ശത്രുക്കളെ കാണിച്ചു കൊടുത്തിട്ടുള്ള റബ്ബ്. ഈ രണ്ട് നിലക്കും അവൻ അസീസാണ്, അവൻ ഹക്കീമാണ് എന്നുള്ളതാണ്. ഇനി വചനം 27. ഈ വചനത്തിൽ അതിനുശേഷം തുടർന്നുണ്ടായ ഒരുപാട് സംഗതികൾ, എങ്ങനെ ഒരു വലിയ യുഗത്തിലെ കാര്യങ്ങൾ എങ്ങനെ ഒറ്റയടിക്ക് മെല്ലെ സൂചിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ്. അതായത് ഒരുപാട് കാലത്തെ കാര്യങ്ങളെ ഒരു വചനത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുക. എന്തൊക്കെയാണത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് നാം ഇസ്ഹാഖിനെ നൽകി. അദ്ദേഹത്തിൻ്റെ തന്നെ പുത്രൻ സാറാ ബീവിയിൽ അള്ളാഹു വൈകിയ വേളയിൽ, പ്രായത്തിൻ്റെ അങ്ങേയറ്റ ഒരു അവസ്ഥയിൽ അള്ളാഹു അവർക്ക് കനിഞ്ഞ് അരുളിയിട്ടുള്ള, അല്ലെങ്കിൽ കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു മകനാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. തീർന്നില്ല, അതിനുശേഷമുള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. യാക്കൂബിനെ നൽകി, അത് പേരക്കുട്ടിയാണ് അല്ലെ, മകന്റെ മകനാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സന്തതികളിലൊക്കെ നാം അങ്ങനെ, അതായത് പിന്നീടുള്ള ഒരുപാട് കാലങ്ങൾ അതിൽ സൂചിപ്പിക്കാണ്. അദ്ദേഹത്തിന്റെ മക്കളിലും, അപ്പോ പാരമ്പര്യമായിട്ട് മക്കളുടെ മക്കൾ അങ്ങനെ അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെ നുബുവത്ത് നൽകി, അതോടൊപ്പം തന്നെ അവർക്കൊക്കെ കിതാബ്, വേദഗ്രന്ഥവും നൽകി എന്നൊക്കെ ഈ വചനത്തിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നുണ്ട്. അതായത് ബനു ഇസ്രായേലിനെ കൂടുതൽ ഉദ്ദേശിക്കുന്നുണ്ടാണ്. അവിടെ പ്രവാചകൻ യൂസുഫ് നബി വരുന്നുണ്ട്. ദുരിയത്തിഹി എന്നുള്ളതിൽ വരക്കപ്പെടുന്ന പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അതിൽ നിന്ന് വന്നതാണ്. വഹബിനാലഹു, അദ്ദേഹത്തിന് തന്നെ നൽകിയിട്ടുള്ള ആ പരമ്പരയിൽ വന്നതാണ്. യൂഷ നബി ഉണ്ട്, ഷംവീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ്, സുലൈമാൻ അലൈഹി വസ്സലാത്തു വസ്സലാം, സക്കരിയ നബി, യഹിയ നബി, ഈസാ നബി, ഇങ്ങനെയൊക്കെയുള്ള പ്രവാചകന്മാര് അവരിൽ നിന്ന് ഇങ്ങനെ വന്നു. അവർക്കൊക്കെ നുബുവത്ത് ലഭിച്ചു, അവർക്കൊക്കെ കിതാബ് ലഭിച്ചു. കണ്ടോ, ഈ ഒരു വലിയ കാലഘട്ടത്തെ ഒരൊറ്റ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകി എന്നിങ്ങനെ പറയുകയാണ്. ഇനി അദ്ദേഹത്തിന് ഇഹത്തിൽ വെച്ച് തന്നെ നാം പ്രതിഫലം നൽകി എന്ന് പറയുന്നു. വഅതൈനാഹു അജ്റഹു ഫിദ്ദുനിയ. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സകല പ്രയത്നങ്ങളുടെയും എല്ലാവിധ പ്രതിഫലങ്ങളും ദുനിയാവിൽ അല്ലാഹ് കണക്കാക്കി കൊടുത്തു, ഇനിയൊന്നും അവശേഷിക്കാത്ത വിധത്തിൽ എന്നല്ല, മറിച്ച് ആ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകേണ്ടതായിട്ടുള്ള അള്ളാഹു പ്രതിഫലം, നന്മകൾ, ഗുണങ്ങൾ തിരിച്ച് നൽകേണ്ടതായ ഒരുപാട് നന്മകൾ അള്ളാഹു നൽകി എന്നുള്ളതാണ് അല്ലേ. ഖാല ഇന്നി ജാഇലുക ഇമാമൻ. അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിം നബിയോട്, താങ്കളെ ഞാൻ ഇമാമാക്കി മാറ്റുകയാണ്, എല്ലാവർക്കും ഉള്ള ഇമാമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഇബ്രാഹിം നബി, വഖാല വമിൻ ദുരിയത്തി, എന്നെ മാത്രമല്ല എൻ്റെ സന്താനങ്ങളെയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതാണ്, പ്രാർത്ഥിച്ചതാണ്, ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഈ തേട്ടത്തിനുള്ള ആ പ്രതിഫലം, അല്ലെങ്കിൽ അതിന്റെ മറുപടി അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ നൽകി എന്നുള്ളതാണ്. വമിൻ ദുരിയത്തിഹി, അദ്ദേഹത്തിന്റെ മക്കളുടെ മക്കളിൽ, സന്താന പരമ്പരയിൽ, അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്ത് ധാരാളം മക്കളൊക്കെ അള്ളാഹു നൽകി. അതാണ് ഈ അജ്ർ ഇവിടെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളൊരു അഭിപ്രായം പറയുന്നുണ്ട്. രണ്ടാമത്തെ സംഗതി, ഇഹത്തിൽ വെച്ച് തന്നെയുള്ള സൽകീർത്തി, സൽപ്പേര്, പ്രശസ്തി അല്ലെ,
അദ്ദേഹത്തിൻ്റെ നാമം ഉച്ചരിക്കാതെ ഒരു വേള ഇസ്ലാമായി ജീവിക്കാൻ പോലും മുസ്ലിമായി ജീവിക്കാൻ പോലും കഴിയാതിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വലിയ ഒരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, അദ്ദേഹത്തെ വിശ്വസിക്കുന്നു, അദ്ദേഹത്തെ പറയുന്നു. മാത്രമല്ല മറ്റ് മതങ്ങളിലെയും ആളുകൾ അവരുടെയും ഒരു മാതൃകാ പുരുഷനായി അബ്രഹാമിനെ അവർ വായിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇവരുടെ ചരിത്രങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒക്കെ പല ആളുകളും ആ നിലക്ക് അതിൻ്റെ മഹാത്മ്യത്തെ കുറിച്ച് മദ്ഹ് പറയുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയൊരു നന്മ അദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ്. മറ്റൊന്നു കൂടെ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ധാരാളം നാടുകൾ ഇസ്ലാമിനാൽ, മതത്താൽ, അള്ളാഹുവിൻ്റെ മതത്താൽ സ്മരിക്കപ്പെടുന്ന, പറയപ്പെടുന്ന, അതിൻ്റെ അന്തസ്സും യശസ്സും ഒക്കെ ആ നിലക്ക് ഉയർത്തുന്ന, ഇന്നും നിലനിൽക്കുന്ന രൂപത്തിൽ അദ്ദേഹം സഞ്ചരിച്ച കാലെടുത്ത് വെച്ച നാടുകളെയൊക്കെ ആ നിലക്ക് സ്മരണകൾ നിലനിൽക്കുന്നതും വായിക്കാൻ കഴിയുന്നതും ചരിത്രം ആ നിലക്ക് ബോധ്യപ്പെടുത്തുന്നതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോയിട്ടുള്ള ദേശങ്ങൾ, അതിൽ പ്രഗത്ഭമാണ് മക്ക എന്നുള്ളത്. മക്ക ദേശത്തിൻ്റെ സൽകീർത്തിയും ചരിത്രവുമൊക്കെ വായിക്കുമ്പോൾ ആദ്യമായി അത് ചേർത്ത് വെക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിമിലൂടെയാണ് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം അനന്തര ഫലങ്ങൾ, തിക്ത ഫലങ്ങൾ, അദ്ദേഹത്തിന് വേണ്ട നന്മകൾ അല്ലാഹു ദുനിയാവിൽ വെച്ചൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീരുന്നില്ല, ഇനി എവിടെ ഉള്ളതാ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അചഞ്ചലമായ, ജീവിതത്തിനുള്ള അനശ്വരമായ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാത്ത, തീർന്നു പോവാത്ത പ്രതിഫലം അത് നാളെ പരലോകത്താണ്. അതിനെ സൂചിപ്പിക്കാനാണ് ഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ എന്ന് പറഞ്ഞത് അല്ലേ? ഈ ഇബ്രാഹിമിന് നാളത്തെ സുഹൃതിയിൽ നിന്ന് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നും കുറഞ്ഞു പോകൂല എന്ന് കൂടെയുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. മാത്രമല്ല സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ തന്നെ അദ്ദേഹം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായി പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാമെന്നുള്ള ഒരു വലിയ, അതായത് അദ്ദേഹത്തിന് നാളെ പരലോകത്ത് ലഭിക്കുന്ന വലിയ ബഹുമതി, ആസ്ഥാനം, പ്രതിഫലം, അതിനൊക്കെയാണ് ഇവിടെ ഈ ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ. അപ്പോൾ ദുനിയാവിലും അല്ലാഹ് വേണ്ടത് നൽകി, നാളെ പരലോകത്തും വേണ്ടതിലധികം നൽകാൻ ഒരു യോഗ്യനായ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ള ഒരു പാഠം, അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു ചിന്ത, ആശയം പകർന്നുകൊണ്ടാണ് ഈ വചനത്തെ അവസാനിപ്പിക്കുന്നത്. അല്ലാഹു ആലം. അല്ലാഹു കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലത, മനസ്സ്, ബോധം നൽകി നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.